നമ്മുടെ നാട് ഒരുപാട് നേട്ടങ്ങൾ നേടിയൊരു നാട്. ഒരു ഭാഗം നാം ജനസംഖ്യാ നിയന്ത്രണത്തിലടക്കം ഗണ്യമായ നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് ഒരു ശിക്ഷയായി കേരളത്തിൻ്റെ നേർക്ക് വരികയാണ്. ഇപ്പോൾ ധനകാര്യ കമ്മീഷനിൽ നിന്ന് ലഭിക്കുന്ന നികുതി വിഹിതം നമുക്ക് ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. നേരത്തെ നല്ല രീതിയിൽ ലഭിച്ചിരുന്നത് 3.8% വരെ നികുതി വിഹിതം നമുക്ക് ലഭിച്ചിരുന്നു. ഇപ്പോഴത് 1.9 വരെയായി കുറയുന്ന അവസ്ഥയിലേക്ക് വന്നു. ഗ്രാൻറ്റുകളുടെ കാര്യത്തിലും വായ്പാ പരിധിയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള വിവേചന സമീപനമാണ് തുടരുന്നത്. ജനാധിപത്യവിരുദ്ധ സമീപനങ്ങളാണ് കേന്ദ്ര സർക്കാർ തുറന്നു വരുന്നത്. ആ ഘട്ടത്തിൽ അതിനെതിരെ ശക്തമായ ബഹുജനാഭിപ്രായം ഉയർന്നു വരേണ്ടതുണ്ട്. ഫെഡറൽ രാഷ്ട്രമാണ് നമ്മുടേത്, മതേതര രാഷ്ട്രവുമാണ്, ജനാധിപത്യ രാഷ്ട്രമാണ്. അപ്പോൾ ഈ ഫെഡറൽ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വലിയ തോതിൽ പൊതുജനാഭിപ്രായം ഉയർന്നു വരേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ്. ഇവിടെയും നിർഭാഗ്യവശാൽ യോജിപ്പിൻ്റേതായ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നില്ല. അത്തരം കാര്യങ്ങളിൽ യോജിച്ച് നീങ്ങാൻ കോൺഗ്രസും UDFും സന്നദ്ധമല്ല. ഇവിടെ പറഞ്ഞല്ലോ, നമ്മുടെ LDFിൻ്റെ കൺവീനർ CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം സ്വാഗത പ്രസംഗത്തിലൊരു കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ രാജ്യത്താകെ കേന്ദ്ര ട്രേഡ് യൂണിയനുകളെല്ലാം കൂടി ഒരു സമരരീതി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാത്തതാണത്. പക്ഷേ കേരളത്തിലെത്തുമ്പോൾ മറ്റെല്ലായിടവും നടക്കുന്ന ആ യോജിച്ച സമരം ഇവിടെ INTUC അതിനോടൊപ്പം പാടില്ല എന്ന് കോൺഗ്രസ്, STU അതിൻ്റെ കൂടെ പാടില്ല എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇതാണ് നിലപാട്. അപ്പോൾ BJPക്കെതിരെ കേരളത്തിൽ യോജിച്ചൊരു ശബ്ദം ഉയരാൻ പാടില്ല. ഒറ്റക്ക് ശബ്ദമുയർത്തിയാൽ ചില ഇളവുകൾ കൊടുത്തുകൊണ്ട് ഉയർത്താലോ. യോജിച്ചാവുമ്പോൾ യോജിച്ച നീക്കത്തിൻ്റെ ഭാഗമായി മാറുമല്ലോ. അത് വേണ്ട എന്നാണ് ചിന്തിക്കുന്നത്. ഇവിടെ തീർത്തും തെറ്റായ രാജ്യത്തിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിയാത്ത, നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടകരമായ നീക്കങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു വിഭാഗമായാണ് കോൺഗ്രസും UDFും മാറുന്നത്. തീർത്തും സങ്കുചിതമായ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് എന്താണ് ലാഭം? അത് അവർ വ്യക്തമാക്കേണ്ട കാര്യമാണ്.
ഇക്കാര്യത്തിൽ LDFനെതിരെ സമീപനം സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാനാകും. പക്ഷേ മൊത്തമായി മതനിരപേക്ഷതയുടെ സംരക്ഷണ കാര്യത്തിൽ നിലപാടെടുക്കാൻ കോൺഗ്രസിനും UDFനും കഴിയാത്തത് സങ്കുചിതമായ ചില ലാഭേച്ഛ കൊണ്ടാണ്. അതിലൂടെ ചില്ലറ ആനുകൂല്യം ഈ വിഭാഗത്തിൽ നിന്ന് ചില ഘട്ടങ്ങളിൽ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന ചിന്തയാണ്. ആ ചിന്ത പലയിടങ്ങളിലായി പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നേരത്തെ വടകര പാർലമെൻറ്റ് സീറ്റിലും ബേപ്പൂർ അസംബ്ലി സീറ്റിലും കോലീബി സഖ്യം ഉണ്ടായത് നമുക്ക് മറക്കാവുന്ന കാര്യമല്ല. അന്നും RSS തന്നെയാണ് നേതൃത്വത്തിൽ. അന്നും RSS ഇതേ നിലപാടിൽ തന്നെയാണ്. കേന്ദ്ര ഭരണാധികാരം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുമായി കൂട്ടുകൂടാൻ മടിയുണ്ടായിട്ടില്ല. പിന്നീടുള്ള നിരവധി ഘട്ടങ്ങൾ അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ കോൺഗ്രസും UDFും ലീഗും തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. അപ്പോൾ അവർക്ക് 4 വോട്ടിൻ്റെ ചിന്ത വരുമ്പോൾ മതനിരപേക്ഷത ദുർബലപ്പെട്ടാലും കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. സ്വയം വിനാശകരമായ നിലപാടാണത് എന്ന് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ അവർക്ക് കഴിയുന്നില്ല.